വരുന്ന തിങ്കളാഴ്ച CPM ഭരണകൂടം നീട്ടിവെച്ച സഭ ഒടുക്കം സമ്മേളിക്കുകയാണ്. കഴിഞ്ഞ മാസങ്ങളിൽ ചേരേണ്ട കേരള നിയമസഭ കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകരലും ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയുടെ കഥകൾ ഡോക്ടർമാർ തന്നെ പുറത്തു കൊണ്ടുവരലുമൊക്കെയായി ഇടതുപക്ഷ സർക്കാർ മൂട്ടിൽ തീപിടിച്ചു നടക്കുമ്പോൾ സഭ ചേർന്നാൽ പിണറായി സർക്കാരിന് ഉറപ്പാണ് തങ്ങൾ താഴെ വീഴുമെന്ന്. അതുകൊണ്ടാണ് ഈ സെപ്റ്റംബർ വരെ നീട്ടിയത്. അതിനു മുന്നോടിയായി പ്രതിപക്ഷത്തിന് നേർ കടിക്കാൻ അവർ ഒരു വടി ഉണ്ടാക്കിയതാണിപ്പോൾ മാങ്കൂട്ടം രൂപത്തിൽ പുറത്തുവരുന്നത്. എന്നാൽ കോൺഗ്രസ് ഒറ്റയടിക്കാണ് മാങ്കൂട്ടം വിഷയത്തിൽ പ്രതിരോധം തീർത്തത്. ഒരിക്കൽ പോലും പിണറായി അടക്കമുള്ള ഇടതുപക്ഷ സർക്കാർ കോൺഗ്രസ് ഒറ്റയടിക്ക് പുറത്താക്കിക്കൊണ്ടൊരു നിർണായക തീരുമാനമെടുക്കുമെന്ന് കരുതിയില്ല. എന്നാൽ ഇവിടെ ഇപ്പോൾ ഉയരുന്ന ചോദ്യം മാങ്കൂട്ടം സഭയിലേക്ക് എത്തുമോ എന്നുള്ളതാണ്. അതിന് കൃത്യമായ ഉത്തരമാണ് ഇപ്പോൾ സണ്ണി ജോസഫ് നൽകുന്നത്. MLA എന്ന നിലയിൽ മാങ്കൂട്ടത്തിന് സഭയിലേക്ക് വരാം. മാങ്കൂട്ടത്തിനെ ആരും തടയില്ല. അതേസമയം മാങ്കൂട്ടം വിഷയത്തിൽ പ്രതിക്കൂട്ടിലാവുന്ന ഒരാൾ കൂടിയുണ്ട്. അത് പ്രതിപക്ഷ നേതാവായ VD സതീശനാണ്. സതീശനെതിരെ നിരവധി കല്ലേറുകൾ നടക്കുന്നതിനിടയിലാണ് സണ്ണി ജോസഫ് ആ വിഷയത്തിലും ഒരു തീർപ്പ് കൽപ്പിക്കുന്നത്. ആ രംഗങ്ങളൊന്ന് കാണാം. നേട്ടമുണ്ടാക്കാനുള്ള വിഫല ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നടക്കുന്ന ഈ ചേരിതിരിഞ്ഞുള്ള സമ്മേളനം. അതെ, വളരെ വ്യക്തമല്ലേ അതാ ഞാൻ പറഞ്ഞത്. പോലീസിന്റെ തൃശൂരിലെ സുജിത്തിനുണ്ടായ ദുരനുഭവമാണ്, കൊടിയ മർദ്ദനങ്ങളാണ്. CCTV ദൃശ്യങ്ങൾ നമ്മളെ കാണിച്ചു തന്നു, നിങ്ങൾ ജനങ്ങളെ കാണിച്ചു കൊടുത്തു. അത് ജനങ്ങളുടെ മുൻപിൽ വരാതിരിക്കാൻ എത്രയോ കുൽസിത ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. വിവരാവകാശപ്രകാരം അത് ലഭ്യമാക്കാൻ അവകാശമുണ്ടെങ്കിൽ പോലും, ബാധ്യതയുണ്ടെങ്കിൽ പോലും അത് കൊടുക്കാതിരിക്കാൻ പരമാവധി പരിശ്രമിച്ചു. അവസാനത്തെ പരിശ്രമം പരാജയപ്പെട്ടിട്ടാണ് ജനങ്ങളുടെ മുമ്പിൽ ആ കാര്യങ്ങൾ വന്നത്. അതിനെ തുടർന്ന് ഒരുപാട് വെളിപ്പെടുത്തലുകളും പരാതികളും വരികയാണ്. മുഖ്യമന്ത്രി ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല, ഒരക്ഷരം മിണ്ടിയിട്ടില്ല. തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. ഞങ്ങൾ ആ വിഷയം ഉൾപ്പെടെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ സഭയിലേക്ക് കൊണ്ടുവരുമ്പോൾ സർക്കാർ ഉത്തരം മുട്ടും. അത്തരത്തിലുള്ള വിഷയങ്ങളിൽ ശ്രദ്ധ തിരിക്കാനാണ് ഇപ്പോഴത്തെ ഈ തട്ടിക്കൂട്ട് സമ്മേളനങ്ങൾ. അദ്ദേഹത്തിന് ഒരു MLA എന്ന നിലയ്ക്ക് സഭയിൽ പങ്കെടുക്കുന്നതിന് യാതൊരു അയോഗ്യതയില്ല. സഭയിൽ പങ്കെടുക്കുന്നതിന് യാതൊരു അയോഗ്യതയും ആസിപ്പിക്കില്ല. തീരുമാനിക്കാം. അദ്ദേഹം ആരോപണ വിധേയനാണോ എന്ന് എനിക്കറിയില്ല. ട്രെയിൻ യാത്രയിലായിരുന്നല്ലോ എന്ന് എനിക്കറിയാം. ഒരു തങ്കച്ചന്റെ പരാതിയിൽ ആരുടെയും പേരില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. തങ്കച്ചന് ഒരു കേസുണ്ട്. തങ്കച്ചൻ നിരപരാധിയാണ്. അവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണ്, പോലീസിന് ഒരു മെസ്സേജ് വരികയാണ്. ഒരാളുടെ വീട്ടില് കാർ ഫോർസിൽ 11 മണിക്ക് വ്യാജസാരായം വെച്ചിട്ടുള്ളത്. ഒരു പ്രൂഡന്റ് പോലീസ്, ബുദ്ധിശക്തിയുള്ള ഒരു പോലീസ്. നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യുന്നത്? 11 മണിക്ക് എന്റെ വീട്ടിൽ വ്യാജസാരായം വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ ചെയ്ത് അറിയിക്കുമ്പോൾ ആ വിവരം എങ്ങനെ കിട്ടി? ഹൗ യു ഗോട്ട് ദാറ്റ് ഇൻഫർമേഷൻ എന്ന് നമ്മൾ സ്വയം വിലയിരുത്തൂലേ? ഈ പരാതിക്കാരൻ ആരാ? ഈ ഫോൺ ചെയ്യുന്ന ആളാണ്. അവരെ ആദ്യം പിടിക്കണം. പോലീസിന് 2 ഫോൺ കോൾ പോയി എന്ന് പറഞ്ഞു. ഒരു പ്രൂഡന്റ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരിക്കലും ഒരാളുടെ വീട്ടിൽ, കാറിലല്ല, വീട്ടിന്റെ ഉള്ളിലല്ല, ഏതെങ്കിലും മുറിയിലല്ല, അലമാരയിലല്ല, ഫ്രിഡ്ജിലല്ല മദ്യം വെച്ചു എന്ന് പറഞ്ഞത്, കാറിന്റെ പോർച്ചിൽ. താങ്കളെ അറസ്റ്റ് ചെയ്ത് 17 ദിവസം ജയിലിൽ കിടത്തി തെറ്റാണ്. അതിൽ ആരുണ്ടെങ്കിലും അതിൽ ഒന്നാമത്തെ ഉത്തരവാദിത്വം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ആ സാഹചര്യം ഉണ്ടാക്കിയത് ആരാണെങ്കിലും അവരെ സംബന്ധിച്ച് നടപടി സ്വീകരിക്കണം, നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. അതിലേതെങ്കിലും കോൺഗ്രസുകാരുണ്ടെങ്കിൽ സംഘടന അതിനെ വളരെ ഗൗരവത്തിൽ കാണും. അതാണ് പറയാനുള്ളത്. ഞാൻ ഈ തങ്കച്ചനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിന് പ്രതികളിലേക്ക് എത്താനുള്ള യാതൊരുവിധ കാര്യങ്ങളുമില്ല. സംശയങ്ങൾ വേണമെങ്കിൽ പറയാം. പ്രതികളിലേക്ക് എത്തേണ്ടത് ആരാണ്? അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ്. അവർ വ്യക്തമാക്കട്ടെ ആരൊക്കെയാ പ്രതികളുണ്ട്. എവർ ദേ മേ ബി, അവരാരും ആകട്ടെ. ഞങ്ങള് കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനം യോജിച്ച തീരുമാനം. ഞാനും പ്രതിപക്ഷ നേതാവും കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട 25ഓളം നേതാക്കന്മാർ, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മുൻ പ്രസിഡന്റ്മാർ, അവരൊക്കെയായിട്ട് സംസാരിച്ചെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തെ കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു ഘടകവും, APCCയുടെ ഒരു ഭാരവാഹിയും ഒരു അംഗവും 14 ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിൽ ആരും
282 ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളിൽ ആരും 1000-ലധികം വരുന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളിൽ ആരും ചോദ്യം ചെയ്തിട്ടില്ല. ആരും അതിന്റെ പേരിൽ ആക്ഷേപം ചോദിച്ചിട്ടില്ല. എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങൾ ആരുടെയും പൂർണ്ണ നിയന്ത്രണത്തിലല്ല. ചില തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ വരുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നേരത്തെ നമ്മൾ പറഞ്ഞ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. രാഹുൽ ഗാന്ധി ഉയർത്തിയ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രാണവായുവായ വോട്ടവകാശത്തിന്റെ സംരക്ഷണത്തിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഉന്നയിക്കേണ്ടത്. അതല്ലാതെ ആരെങ്കിലും ചേരിതിരിവുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളിൽ, എതിർപക്ഷത്തിന്റെ ശ്രമങ്ങളിൽ പെട്ടുപോകുന്നുണ്ടെങ്കിൽ അവരെ തിരുത്തണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. സ്പീക്കറാണ് സംരക്ഷണം.